Smile please. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം, ധാരാളം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കണ്ട് ഉറങ്ങാൻ കിടന്ന ഒരു കൂട്ടം മനുഷ്യർ. ആ ഒരു രാത്രിയെ അതിജീവിച്ചവർക്ക് പിറ്റേന്ന് മുതൽ രക്തബന്ധങ്ങളെയും നാളിതുവരെ രക്തം വിയർപ്പാക്കി സ്വരുക്കൂട്ടിയ സ്വത്തുക്കളും ഇല്ലാതായി. അവരിൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം. അവർക്ക് ഫലവത്താകുമെന്ന് നമുക്ക് തോന്നുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ കൂടിയും സാമ്പത്തികം അയയ്ക്കുക. നാടിന് വേണ്ടി, വയനാടിന് വേണ്ടി നമുക്ക് കൈചേർക്കാം. നമ്മളിൽ മിക്ക ആൾക്കാരും മീൻ വാങ്ങാറുണ്ട്. ഈ മീൻ ബോട്ടിൽ എവിടെ വെക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ബോട്ടിനുള്ളിലെ ഈ സ്റ്റോറിലാണ് മീനുകൾ സൂക്ഷിക്കുന്നത്. ഈ സ്റ്റോറിനെ പല പല ഡിവിഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഡിവിഷനുകളെ പറയുന്ന പേരാണ് കള്ളികൾ. സ്റ്റോറിൽ ഈ വെളുത്ത് കാണുന്നത് എല്ലാം ഐസാണ്. 4-5 ദിവസത്തെ പണിക്ക് പോകുന്ന ഈ ഒരു ബോട്ടിൽ 350-400 ഇടയ്ക്ക് ബ്ലോക്ക് ഐസാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം പൊടിച്ചാണ് ഈ ഐസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഫിഷിങ്ങിന് കിട്ടുന്ന മീനുകളെല്ലാം ഈ ഐസ് ഷവല് കൊണ്ട് കുത്തി ഇളക്കിയാണ് മെൽറ്റാക്കി വെക്കുന്നത്. സ്റ്റോറിൽ ഫുൾ ടൈം കൂളിംഗ് ആയതുകൊണ്ട് ഇവിടെ പുളിയുടെ തടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ പുളിത്തടി എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ സ്റ്റോറിൽ ഇവരുടെ ചീത്തയായി പോകാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഇവർ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. സ്റ്റോറിനെ പല പല ഡിവിഷൻസ് ആക്കി ഒരു റാക്ക് കണക്കാക്കുന്നതിനെയാണ് കള്ളി എന്ന് പറയുന്നത്. ഒരു കള്ളിയിൽ ഒരു ടൈപ്പ് മീൻ മാത്രമാണ് ഇവർ ഐസ് ചെയ്ത് വെക്കുന്നത്. ഈ കള്ളിയിൽ മീൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏറ്റവും താഴെ പൊടിച്ച ഐസ് വിതറും, അതിൻ്റെ തൊട്ട് മുകളിൽ മീൻ, പിന്നെയും ഐസ്, അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ നിലയ്ക്ക് മീനും ഐസും ആക്കി വെച്ചിട്ട് ഈ പുളിയുടെ തടി കൊണ്ട് ആ കള്ളി ഫുള്ള് ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഇവർ മീനാണെങ്കിൽ ഫ്രീസ് ചെയ്യുന്നത്. ഇതാണ് സൂചിക്കണവ. ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ പെയ്ത്ത് കിട്ടുന്നത് കിളിമീൻ, കോര, ഉലുവാച്ചി അങ്ങനെയുള്ള മീനിൻ്റെ ഒരു പെയ്ത്താണ് ഇപ്പം പൊതുവെ എല്ലാ ഹാർബറിലും കണ്ടുവരുന്നത്. സ്റ്റോറിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അവിടത്തേക്ക് നമ്മുടെ കള്ളി ഇളക്കിയിട്ട് മീനും ഐസും കൂടെ ഒരു കൊട്ടയ്ക്കകത്ത് ഷവൽ കൊണ്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് സെർവ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് നമ്മുടെ മുകളിലോട്ടാണ് നമ്മൾ ഔട്ട് ചെയ്യുന്നത്. സ്റ്റോറിൽ നിന്ന് കൊട്ടയ്ക്കകത്താക്കി പുറത്തോട്ട് ഇറക്കുന്ന മീനെ പുളിയുടെ തടി അടുക്കി വെച്ചിരിക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ അണിയത്തോട്ട് തള്ളിവിടുന്നത്. അങ്ങനെ എത്തുന്ന കൊട്ടയിലെ മീനെ എഞ്ചിൻ കള്ളിയിലെ പമ്പിൽ നിന്നും ഇരുന്ന കടലിലെ വെള്ളം വെച്ചിട്ട് നല്ലപോലെ കഴുകി ആ മീനിൻ്റെ അഴുക്കുകളും ഐസുകളും കളഞ്ഞിട്ടാണ് കരയിലോട്ട് ലേലത്തിനായിട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് കിച്ചൺ റൂമിൽ നിന്നും ചോറ് വാർക്കാറായി എന്നൊരറിയിപ്പ് കിട്ടിയത്. എന്നാൽ പിന്നെ ബോട്ടിനകത്ത് ചോറ് എങ്ങനെ വാർക്കുന്നു എന്നൊന്ന് കാണാമെന്ന് കരുതി. ഇനി നമുക്ക് കരയിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഈ കാണുന്ന ബക്കറ്റിലും അലൂമിനിയം ചരുവത്തിലും മീൻ വാങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ ഹാർബറിൽ മീൻ വാങ്ങാൻ വരുമ്പോൾ കാണാറുള്ള ചില്ലറ വിൽപ്പനക്കാർ. ഇങ്ങനെ ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മീനാണ് ഇവർ നമുക്ക് വില കുറച്ച രീതിയിൽ തരുന്നത്. നമ്മുടെ നീണ്ടറ ഹാർബറിൽ കിഴക്കേ അറ്റത്ത് വലിയ ബോട്ടുകാരും
പടിഞ്ഞാറേ അറ്റത്ത് ചെറിയ ബോട്ടുകാരും വള്ളക്കാരുമാണ് ചരക്ക് കൊടുക്കാൻ പിടിക്കാറുള്ളത്. അമാവാസി ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും വള്ളക്കാർ നീണ്ടര ഹാർബറിൽ ചരക്ക് കൊടുക്കാൻ വേണ്ടി വരാറുണ്ട്. ഹാർബറിൻ്റെ പടിഞ്ഞാറേ ഭാഗത്താണ് ചൂര, തെരണ്ടി, കടിമീൻ, കേരച്ചൂര അങ്ങനെയുള്ള വലിയ മീനുകളുടെ ലേലവും വിപണനവും നടക്കാറുള്ളത്. അതുകൂടാതെ നമുക്ക് വീട്ടിലേക്ക് മീൻ കട്ട് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും ഈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ബോട്ടിനെ പറ്റിയും മീൻ സ്റ്റോർ ചെയ്യുന്ന കള്ളികളെ പറ്റിയും ചെറിയൊരു രൂപരേഖ ക്ലിയറായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഹാർബറിൻ്റെ ശബ്ദമാണ്, ലേലക്കാരുടെ ശബ്ദമാണ്.
പച്ചക്കളി 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 മാത്രമല്ല ഡിജെ മീൻ തീർന്നേ ചർച്ച കൊടുക്കാൻ പറ്റും അത് കൂട്ടല്ലേ 45, 46, 48, 5000, 5000, 5000, 52, 52, 54, 54, 54, 54, 54, 54, 52. 3000 പഠിച്ചു 1500 അഞ്ചാറ് നേരമായിട്ട് നിൽക്കുന്നില്ല 4000 കൊടുക്കും